അവിടെ അമ്പലത്തിൽ വെച്ചിട്ടല്ല, അവിടുത്തെ ഏറ്റവും മുന്തിയ ഹോട്ടലിലാണ് നടത്തുന്നത്. രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ആ രണ്ട് മതത്തിൻ്റെയും ഔചിത്യം നഷ്ടപ്പെടുത്താതെ ഉള്ള രീതിയിലുള്ള കല്യാണം നടത്താൻ തീരുമാനം. ഒരാൾ ഇപ്പോൾ കീർത്തി ആൻ്റണിയുടെ തട്ടിലിൻ്റെ മതത്തിലേക്കോ തട്ടിൽ കീർത്തിയുടെ മതത്തിലേക്കോ മതം മാറുന്നില്ല. രണ്ട് പേര് രണ്ട് വ്യക്തിത്വങ്ങളായി തന്നെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ബന്ധുക്കളെയും അച്ഛനമ്മമാരെയും സുഹൃത്തുക്കളെയും ഒക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല ഇവർക്ക് എതിർക്കാനും പറ്റാത്ത സ്ഥിതി വെച്ചാൽ സുരേഷ് സിനിമാ നടനാണ്, നിർമ്മാതാവാണ്, നിരവധി സംഘടനകളുടെ നേതാവാണ്. ഒക്കെ ശരിയാണെങ്കിലും അദ്ദേഹം വർഷങ്ങളായി അടിയുറച്ചൊരു BJP നേതാവാണെന്ന് ആലോചിക്കണം. BJP നേതാവായതുകൊണ്ട് സുരേഷിന് പ്ലസ് പോയിൻ്റേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇത്രയും നല്ല മനുഷ്യൻ, നല്ല സുഹൃത്തുക്കളോട് സ്നേഹിക്കുന്നുണ്ട്, മറ്റൊരാൾ ജാതിയും മതവും നോക്കാതെ സഹായിക്കുന്നു എന്നുള്ള പേര് മുമ്പേ കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സുരേഷിന് തൻ്റെ മകളുടെ വിവാഹത്തിന് ജാതിയും മതവും പ്രശ്നമല്ല എന്ന് തെളിയിക്കാൻ കൂടി ഒരു അവസരം കിട്ടി. അതങ്ങനെയാവട്ടെ, സമ്മതിച്ചാലും ചിലരൊക്കെ ജാതി മാറാറുണ്ട്. നമ്മൾ പലരുടെയും ഇപ്പോൾ പ്രിയൻ്റെ കല്യാണം എടുത്തോ, പ്രിയൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവർ രണ്ടുപേരും രണ്ട് കാസ്റ്റിൽപ്പെട്ട് തന്നെയാണത്. അവസാനം ലിസിക്ക് മതം മാറേണ്ടി വന്നു എന്നാലോചിക്കും.